ഉള്ള എടപ്പള്ളിയിൽ ഇൻഡസ്ഗോവിൻ്റെ കാർ ബുക്ക് ചെയ്തിട്ട് വന്ന കേട്ടോ. അപ്പോൾ നമ്മൾ എടപ്പള്ളിയിൽ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് ഇത് വരുന്നത്. സംഭവം ഇവിടെ വന്നപ്പം സുസുക്കീൻ്റെ രജിസ്റ്റേർഡ് വണ്ടികളില്ലേ ഷോറൂമിലേക്ക് പോകേണ്ടത്, ആ വണ്ടികൾ കുറേ എണ്ണം ഇവിടെ ഇവർ സ്റ്റോക്ക് കൊണ്ടുവന്നിട്ടേക്കുന്നതാണ്. ഇൻഡസ്ഗോവിൻ്റെ അല്ല, സുസുക്കിക്കാർ തന്നെ ഷോറൂമുകാർ കൊണ്ടുവന്നിടുന്നത്. നോക്കി കിടക്കുന്ന കിടപ്പുണ്ടോ. അതായത് ഇപ്പം ഇതൊക്കെ എനിക്ക് തോന്നുന്നു എന്തായാലും 2-3 മാസമായിട്ട് ഇങ്ങനെ ഈ വണ്ടികളെല്ലാം ഇവിടെ കിടക്കുന്നത്. എല്ലാ രജിസ്റ്റേർഡ് വണ്ടികൾ നമ്പർ പ്ലേറ്റ് ഒന്നും ഇല്ലാതെ ഷോറൂമിലേക്ക് പോകാൻ വേണ്ടി കിടക്കുന്നത്. പായലും പിടിച്ച് വെയിലും കൊണ്ട് നോക്കി ഫുള്ള് ചെളിയും പായലുമായി കുറേശ്ശെ തുരുമ്പൊക്കെ എടുക്കാൻ തുടങ്ങി കേട്ടോ. ഈ വണ്ടികളാണ് നമ്മൾ ഈ ഷോറൂമിൽ കൂടെ നമുക്ക് കിട്ടാൻ പോകുന്നത്. പ്രീ ബുക്കിംഗ് ചെയ്തിട്ട് വരുന്ന സാധനങ്ങൾ ഇവർ സ്റ്റോക്ക് കൊണ്ടുവന്നിട്ട് കാടൊക്കെ പിടിച്ച് ഇങ്ങനെ കിടക്കുക. പുതുപുത്തൻ വണ്ടികൾ കുറേ വണ്ടികളുണ്ട്. സ്വിഫ്റ്റ് മുതൽ എല്ലാ സാധനങ്ങളും ഉണ്ട്. വാഗണർ, ഇതൊക്കെ ഇത് വാഗണർ. ഇത് പിന്നെ അധികം വന്നിട്ട് അധികം ആയില്ലെന്ന് തോന്നുന്നു. ഇതൊക്കെ കിടക്കുന്ന കിടപ്പ് കണ്ടോ, കുറേ നാളായി. ഇത് സ്ക്രാച്ചാണോ പായലാട്ടോ, സ്ക്രാച്ചല്ല. ഇതൊക്കെ എന്തായാലും 2-3 മാസമായിട്ടുണ്ടാവും. ഫുള്ള് പായലും പിടിച്ച് ഇങ്ങനെ കിടക്കുന്നു, നിരന്ന് കിടക്കണം പല കളറ് സാധനങ്ങൾ. ഇത് നമ്മുടെ സിയാസ് അല്ലേ, സുസുക്കി സിയാസാണ്. സുസുക്കീൻ്റെ വണ്ടികൾ ഇവിടെ. ഇത് എടപ്പള്ളി റെയിൽവേ സ്റ്റേഷനാണ് ആ കാണുന്നത്, ട്രെയിൻ കിടക്കുന്ന സ്ഥലം. അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് ഇവരുടെ ഇത് വരുന്നത്, ഗോഡൗൺ. പിന്നെ ഇതുണ്ട് സുസുക്കീൻ്റെ മറ്റേ പെട്ടിയോട്ട പോലത്തെ സാധനം, വാഗണർ എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ കിടപ്പ്. ഈ വണ്ടിയൊക്കെ കിടക്കുന്നതൊക്കെ തെങ്ങിൻ്റെ ചോട്ടില്ല. അതിപ്പോൾ ഒരു മടലിപ്പോൾ വീഴുന്ന രീതിയിലാണ്. ഇതൊക്കെ വീണ് കഴിഞ്ഞാൽ ഗ്ലാസ് പൊട്ടിപ്പോവില്ല സാധനം. ഇതൊക്കെ ഇപ്പോൾ വീഴുന്ന രീതിയിലാണ് മടലൊക്കെ നിൽക്കുന്നത്. ഇതാ മറ്റേ റെഡ് സ്വിഫ്റ്റ് ആട്ടോ, പുതിയ സ്വിഫ്റ്റ്. ഇതൊക്കെ കഴുകിയേ പോവായിരിക്കും, പക്ഷെ എന്നാലും ഇതല്ല ഇവർ ഈ പോളിഷ് ചെയ്ത് നമുക്ക് തന്നുവിടുന്ന സാധനം. ഇത് ഉൾഭാഗമൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇങ്ങനെ ഒരു 2 മാസം 3 മാസമൊക്കെ ഇങ്ങനെ ഉപയോഗിക്കാതെ കിടക്കുമ്പോഴത്തേക്ക് ഇതിന് എൻജിനൊക്കെ ചെറിയ രീതിക്ക് പണി വരാനൊക്കെ തുടങ്ങും. അവരതെല്ലാം മെയിൻറ്റെയിൻസ് ചെയ്ത് ഷോറൂമിലെടുത്ത് വിൽക്കും. ഇതാണ് പരിപാടി. ഈ വണ്ടി കിടക്കുന്നത് ബൾക്കായിട്ട് എടുക്കുമ്പോൾ അങ്ങനെ പ്രശ്നങ്ങളും ഉണ്ട്. ഇവിടെയൊക്കെ അതുപോലെ സെയിലിംഗ് നടക്കുന്നത് കൊണ്ടായിരിക്കും അവർ ബൾക്കായിട്ട് വണ്ടികളെല്ലാം ഇങ്ങോട്ട് ഇറക്കുന്നത്. ഇതൊരു എക്സ്പ്രസ്സോ കിടക്കുന്നു. എൻ്റെ ബോണറ്റൊക്കെ തുറന്ന് കിടക്കുന്നതെന്ന് തോന്നുന്നു. കൂടുതലും സ്വിഫ്റ്റുകളാണ് കേട്ടോ. എന്തോരം സ്വിഫ്റ്റ്, പല കളർ സാധനങ്ങൾ ഇവിടെ കാണാം. അവിടെ ഒരു ഇത് കിടപ്പുണ്ട്, ഇന്നോവയല്ലല്ലോ, സുസുക്കീൻ്റെ മറ്റേ ഇന്നോവയുടെ മറ്റേ ഹൈബ്രിഡ് സാധനം പോലത്തെ. നമ്മളൊക്കെ ഇത് വാങ്ങാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിക്കുന്ന സാധനങ്ങളാണ്. പുതിയ വണ്ടികൾ ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ ഒരു വിഷമം. കാടൊക്കെ പിടിച്ച് വെയിലും മഴയും കൊണ്ട് കിടന്ന് ഡിസ്കൊക്കെ തുരുമ്പിച്ചു. ഇപ്പോൾ ഇതിനുള്ളിൽ ബോഡിയും കാര്യങ്ങളൊക്കെ എന്തായാലും പതുക്കെ തുരുമ്പിക്കാൻ തുടങ്ങും പുതിയ വണ്ടിയുടെ. 1-2 കേട്ടോ, ഒരുപാട് വണ്ടികളുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിൽ തന്നെ കാണാം കുറേ വണ്ടികൾ. അതുകൂടാതെ അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ കിടക്കുന്നുണ്ടോ, ഇത് ഫുള്ള് സുസുക്കീൻ്റെ പുതിയ വണ്ടികൾ ഇട്ടേക്കുന്നതാണ്. ഇൻഡസ്ഗോവിൻ്റെ വണ്ടികൾ വരുന്ന ആ സൈഡിലാണ്, പക്ഷെ ഇത് ഫുള്ള് സുസുക്കീൻ്റെ പുതിയ വണ്ടികൾ അവർ ഇട്ടേക്കുന്നതാണ് ഈ കാണുന്ന മൊത്തം. എനിക്കൊന്ന് റെയിൽവേ അവിടെയല്ലേ, അപ്പോൾ അവിടുന്ന് റെയിൽവേയിൽ ട്രെയിൻ വഴി ഇവർ എക്സ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾ ഇവിടെ പെട്ടെന്ന് ഇറക്കുന്നതായിരിക്കാം.